കോമൺ ആയിട്ട് ആളുകളിൽ എല്ലാവിധം ആളുകളും പരാതി പറയുന്ന ഒരു മേഖലയാണ് ബാക്ക് പെയിൻ ഉണ്ട്, മുട്ടുവേദനയുണ്ട്. ഇപ്പോൾ മുട്ടുവേദനയെ സംബന്ധിച്ചിടത്തോളം ചിലർ പറയും അത് ഭയങ്കര വെയിറ്റ് ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട്. അതല്ലാതെ ഡെഫിഷ്യൻസി വിറ്റാമിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താണ് ഇത്? ശരിക്കും ആൾക്കാരിലേക്ക് അവയർനെസ് എത്തേണ്ട ഒരു സാധനമാണ്. എന്താണ് ബാക്ക് പെയിൻ, എന്താണ് നീ പെയിൻ, എങ്ങനെയാണ് നമ്മുടെ വെയിറ്റിനെ ഇതിനെ ബാധിക്കുന്നത്. ചിലവർക്കത് തമാശയാണ്, ചിലവർക്കത് ബോഡി ഷെയിമിംഗ് ആണ്. നമ്മൾ ഒരിക്കലും ഒരാളുടെ ബോഡിയെയോ ഒരാളെ കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ചില കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയേണ്ടി വരും. വെയിറ്റും ഈ പറയുന്ന ബാക്ക് പെയിനും നീ പെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതും കൂടുന്നതിനനുസരിച്ച് ഇവനും കൂടും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു 5 കിലോ കൂടിക്കഴിഞ്ഞാൽ അതിന് 3 മടങ്ങ് ലോഡ് ബോഡിക്ക് കൂടും. മുട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 മടങ്ങ് ലോഡാണ് കൂടുന്നത്. അതേപോലെ തന്നെ കുറയുകയും ചെയ്യും. അപ്പൊ ഈ വെയിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഫാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വളരെ ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വയറിന്റെ ഫാറ്റ് കൂടുന്നു. ഗർഭിണികളിൽ ബാക്ക് പെയിൻ വരാറ്. അവർ പലരും നമ്മുടെ അടുത്ത് പറയാൻ, നിങ്ങളവിടെ പറയാണെന്ന് പറഞ്ഞാൽ അനസ്തേഷ്യയുടെ ഇഞ്ചക്ഷൻ കുത്തിയപ്പോ വേദന, അതുകൊണ്ടാണ് എനിക്ക് വേദന. ശരിക്കും അല്ല, അതുകൊണ്ട് പെയിൻ ഒന്നും വരാറില്ല. ശരിക്കും അവിടെ നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അബ്ഡോമിനൽ മസിൽ സ്ട്രെച്ച് ആവാം. ഒരു ഒബീസ് തടിയാവുന്ന ആളിലും ഇത് സ്ട്രെച്ച് ആവാം. അപ്പൊ നമ്മളൊരു മുന്നിലേക്ക് ഒരു വെയിറ്റ് പോകുമ്പോൾ നമ്മൾ മുന്നിലേക്ക് വീഴാതെ നോക്കണ്ടേ. ഇത് സ്ട്രെച്ച് ആവുമ്പോൾ നമ്മൾ ഈ പെൽവിക് മസിൽസ് ടിൽറ്റ് ആവും, അല്ലെങ്കിൽ പെൽവിക് ഏരിയ ടിൽറ്റ് ആവും. അതേപോലെ ഈ ലോഡോസിസ്, ബാക്കിനൊരു വളവുണ്ട്, ആ വളവ് കൂടും. അതേപോലെ ഇവൻ ഈ മുന്നോട്ട് പോവാതെ പിടിച്ചു വെക്കുന്നത് ഏതാ? ബാക്കിലത്തെ മസിലാണ്. ഇവൻ ഓൾറെഡി വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈലൊക്കെ സാധാരണ സ്ത്രീകൾ പൊതുവെ അങ്ങനെയാണല്ലോ, കുറച്ച് സുകുമാര പ്രകൃതി എന്ന് ഞങ്ങൾ പറയാം. അപ്പൊ അവർ ഓൾറെഡി വീക്ക് ആയിട്ടുള്ള ആള് ഇവര് 9 മാസം ഈ മസിൽ പണിയെടുക്കുക, ഇവര് മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഈ ഓവർലോഡ് വരുമ്പോ ഇവർക്ക് ഈ പറഞ്ഞ പോലെ മസിലിന് വീക്ക്നെസ്, പിന്നെ കാലമേനി അത് ഈ പറഞ്ഞ പോലെ ഇഞ്ചുറി ആയിട്ട് മാറാണ്, അല്ലെങ്കിൽ ബാക്ക് പെയിൻ ആയിട്ട് മാറാണ്. ഇത് തന്നെയാണ് ഒരു തടിയുള്ള ഒബീസ് ആയിട്ടുള്ള ആളിൽ നടക്കുന്നത്. ഈ ഫാറ്റ് വരുമ്പോൾ ബാക്ക് മസിൽസ് വീക്ക് ആയിട്ടാണ് ഇവർക്ക് വരുന്നത്. ഈ പ്രഷർ എത്രത്തോളം കൂടുന്നു അതാണ് പിന്നെ ഡിസ്ക് പെയിൻ ആയിട്ടും, ഡിസ്കിലേക്കുള്ള പ്രഷർ, പിന്നെ ഡിസ്ക് തള്ളി അവിടെ തട്ടി ഞരമ്പിലേക്ക് വേദന, പല പല ടെർമിനോളജീസ് ഞാൻ സാധാരണക്കാരന്റെ ഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ ചിലവർക്ക് ഈ പറഞ്ഞ ബാക്ക് പെയിൻ ഉണ്ടാവില്ല വയറുണ്ടെങ്കിലും, കാരണം ഒരു പക്ഷെ അവർ ആക്ടിവിറ്റിയിൽ എൻഡർ ചെയ്ത് മസിലിന് അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ടാവും, ഇവരെ പിടിച്ചു നിർത്താനുള്ള ശേഷി അവർക്ക് ഉണ്ടാവും. പക്ഷെ ഒരു 90% ആൾക്കാർക്ക് ഉണ്ടാവാറില്ല. അപ്പൊ ഈ ലൈഫ് സ്റ്റൈലും പെയിനും തമ്മിൽ വളരെയധികം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. 1% വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ 10% മുട്ടുവേദനയും ബാക്ക് പെയിനും കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനൊക്കെ ട്രീറ്റ്മെന്റ് മെയിൻ ഇനീഷ്യൽ പ്രോട്ടോകോൾ BMI കൂടിയിട്ടുള്ള ആളാണെങ്കിൽ BMIയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് അവർക്ക് ഏത് മാർഗം ഉപയോഗിക്കാം, പക്ഷെ അത് സയന്റിഫിക് ആവണമെന്നേ ഉള്ളൂ.